ഈ കാണുന്ന ഇക്വേഷൻ്റെ വെക്ടർ ഫീൽഡ് സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതി വെക്കുക? നമുക്ക് തന്നിട്ടുള്ളത് R2 നിന്ന് R2ലേക്കുള്ള മാപ്പാണല്ലോ, R2 നിന്ന് R2ലേക്കുള്ള മാപ്പ് അത് എഴുതി വെക്കുക. ഇനി നമ്മുടെ x of x1 x2 എങ്ങനെയാണ് തന്നിട്ടുണ്ട്? x of x1 x2 x2 x1 ആണ് തന്നിട്ടുണ്ട്, അതും എഴുതി വെക്കുക. ഇനി നമ്മുടെ വെക്ടർ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x of p = p x of p ആണ്. p എന്ന് പറയുന്നത് x1 x2. അപ്പോൾ x of x1 x2 = x1 x2, x of x1 x2 എന്ന് വരും. ഓക്കെ, ഇനി x of x1 x2 എന്താ? x of x1 x2 നമുക്ക് തന്നിട്ട് x2 x1 ആണ്, അത് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വരെ കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ x1 x2ന് ഓരോ പോയിന്റുകൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ 0 0 ഇട്ട് കൊടുക്കുക. 0 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. ഇനി നമ്മൾ 1 0 ഇട്ട് കൊടുക്കുക. 1 0 ഇട്ട് കൊടുക്കുമ്പോൾ 1 0 എന്ന് വരും. ഇതിൻ്റെ ഈ ഒരു ഫോമിലേക്ക് ഇടുമ്പോൾ ഇവിടെ x1 1ഉം x2 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ വരിക? 0 1 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി നമ്മൾ 1 1 കാണാൻ ഇങ്ങനെ വരും, 2 2 കാണാൻ ഇങ്ങനെ വരും. ഇനി നമ്മളിത് ഗ്രാഫായിട്ട് വരക്കണം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത് നോക്കുക. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് 0 0ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. അത് ഞാനിവിടെ മാപ്പ് ചെയ്തു, x of 0 0. ഇനി അടുത്ത് നോക്കിയാൽ 1 0 എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? 1 0 മാപ്പ് ചെയ്യുന്നത് 0 1 ഡയറക്ഷനിലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്നറിയോ? ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 0 + 0 1 എന്ത് വരും? 1 1 എന്ന് വരും. അപ്പോൾ 1 0 എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യാന്നറിയോ? 1 1ക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ 1 0 1 1ക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഏറോ വരയ്ക്കുക. ഇനി 1 1 എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുക? 1 1 1 1ലേക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 1നെ 1 1 ഡയറക്ഷനിലേക്കും കൂടെ കൂട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൊടുക്കുക? 2 2ലേക്ക്. അങ്ങനെയാണ് 2 2 എങ്ങോട്ടേക്കാണ് പോകുന്നത്? 2 2 ഡയറക്ഷനിലേക്ക് ഫോർവേഡ് പോകുന്നു പറഞ്ഞാൽ അത് എങ്ങോട്ടേക്കാണ്? 4 4ലേക്ക് വരും. അങ്ങനെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ വെക്ടർ ഫീൽഡ് നമ്മൾ സ്കെച്ച് ചെയ്യുക.